ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല രണ്ട് അടിപൊളി സ്നാക്സാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ്സും കൂടെ ചെയ്താൽ മുന്നോട്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടും. ആദ്യം നമുക്ക് 1 കപ്പ് റവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വടയുടെ റെസിപ്പിയാണ്. ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഈ ഉപ്പും എണ്ണയൊക്കെ എല്ലായിടത്തും ആകുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പം ഇതുപോലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് റവ, ബോംബെ റവ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ബോംബെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 1 കപ്പ് റവ എടുക്കുവാണെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം ചേർക്കണം. ഇല്ല നിങ്ങൾ 2 കപ്പ് റവയാണെങ്കിൽ 4 കപ്പ്, ആ അളവിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റായി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിതൊന്ന് തുറന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ റവയൊക്കെ നന്നായി ഒരു ഉപ്പുമാവ് പരുവത്തിൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ആ വെള്ളം ഒന്ന് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി ഒരു 2 മിനിറ്റ് വെക്കാം. ഇനി നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പം കൈയൊന്ന് കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് അരിപ്പൊടി, ഒരു 2-3 സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനായിട്ട് നമ്മളിതുപോലെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുമല്ലോ, പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിൽ നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കൈയൊന്ന് പതുക്കെ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഒരു ചെറിയ ഉരുള മാവ് ഇങ്ങനെ എടുത്തിട്ട് 2 കൈ കൊണ്ടും നമ്മളിതുപോലെ ഷേപ്പാക്കിയിട്ട് ഒന്ന് പരത്തി ഒരു വടയുടെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇത് കണ്ടോ, ഇതുപോലെ ഒരു വടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് ഒരു ഡോനറ്റ് അല്ലെങ്കിൽ ഒരു വടയുടെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം എല്ലാ മാവും ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കണം. അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വടയെല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആദ്യം നല്ല തീയോടുകൂടി വേണം നമ്മൾ വെക്കാം, ഫുൾ ഫ്ലെയിമിൽ വേണം. പിന്നെ ഈ വട അതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഈ വട ഇതിൽ നിന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുകൊണ്ട് ഞാൻ എല്ലാ വടയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. നമുക്കിപ്പോൾ ചമ്മന്തിയുടെ കൂടെയോ അതൊന്നും അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് 1 കപ്പ് റവ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് വൈകുന്നേരം ചെയ്യാവുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് മംഗലാപുരം, ഉടുപ്പി സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഏത് ഹോട്ടലിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഈവനിങ് സ്നാക്ക് കഴിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പേര് മംഗളൂരു ബൺസ് എന്നാണ്. വളരെ ഫേമസ് ആണ് ഇവിടെയൊക്കെ. ഇത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഴം വേണം. ഒരു 4-5 ചെറുപഴം. ഞാനിവിടെ ഒരു ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. മൈസൂർ പഴം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇല്ല ചെറുപഴം എടുത്താലും മതി, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൽ റോബസ്റ്റ പഴം എടുത്താലും മതി. ഞാനിവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന് വേണ്ടിയത് 1 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് കൂടെ വേണം നമുക്ക്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഈ പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൈസൂർ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ ചെറുപഴമാണെങ്കിലും മതി, ഇല്ല റോബസ്റ്റ പഴമാണെങ്കിലും പറ്റും. ഇനി ഈ നമ്മൾ പഴം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴവും തൈരും നന്നായിട്ടൊന്ന് മിക്സായി അരഞ്ഞ് കിട്ടണം. ഇത് കണ്ടോ, ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത കൂട്ടിനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ തൈരും പഴവും നമ്മൾ അരയ്ക്കാൻ നേരത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൻ്റെ അംശമേ നമ്മളിതിൽ ചേർക്കാനില്ല. ആ തൈരും പഴവും മാത്രമേ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് നമുക്കൊരു 3 സ്പൂണ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് ജീരകം, മുഴുവനോടെയുള്ള ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മംഗളൂരു ബൺസ് ഉണ്ടാക്കാൻ നേരത്ത് മൈദാപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദാപ്പൊടി വേണമെങ്കിലും ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടി വേണമെങ്കിലും, നമ്മളിപ്പോൾ കുറച്ച് ഹെൽത്തി വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മൈദാപ്പൊടിയോ നിങ്ങളുടെ ഇഷ്ടാനുസരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഈ മാവ് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാനില്ല. ഈ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന പഴവും തൈരും ഇതിൽ മാത്രം തന്നെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ച് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറേശ്ശെ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മളിപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് ഒന്ന് കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പം കൈ ഒന്ന് പതുക്കെ വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യണമെന്നില്ല. ഇതുപോലെ നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് ഉരുട്ടി കഴിയുമ്പോൾ ഈ പരുവത്തിൽ നമുക്കൊന്ന് ഒരു ഉണ്ട ഉരുട്ടാൻ പറ്റണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് ഒരു 5 തൊട്ട് 6 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ രാത്രിയിൽ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ രാവിലെ ഒരു 10-11 മണിക്ക് നമുക്ക് ഇതുപോലെ ഇതിനെ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ പുളിച്ചിട്ടുണ്ടാവും. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ മാവിനെ അധികം മിക്സ് ചെയ്യാനില്ല. ഇനി മിക്സ് ചെയ്യാനേ ഇല്ല. കൈ ഒന്ന് പതുക്കെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ഒരു ഉരുള ഇങ്ങനെ എടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യുന്നത് ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഷേപ്പിലെ നമ്മളിതിനെ അത്രത്തോളം മാത്രമേ പരത്തിയെടുക്കാവുള്ളൂ. ചപ്പാത്തി പരത്തുന്ന പോലെ വലിയതായിട്ട് നമ്മൾ പരത്തരുത്. ഇതുപോലെ നമ്മൾ കുറച്ച് മൈദാപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ മൈദാപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഒരു പൂരിയൊക്കെ പരത്തുന്ന ആ ഒരു അത്രയും മാത്രം ഇതിൽ നമ്മളിതിനെ ഒന്ന് പരത്തിയെടുക്കണം. അധികം ഹാർഡായിട്ട് പരത്തരുത്. ഇതിൻ്റെ തിക്നെസ് ഇത്രയും തന്നെ ഉണ്ടാകണം. എന്നാലാണ് അകത്ത് നല്ല നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പുറത്ത് നല്ല ക്രിസ്പിയും ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. എല്ലാ പ്രാവശ്യവും മാവ് എടുക്കാൻ നേരത്ത് മാവിട്ട് അധികം ഇളക്കരുത്. സൈഡിൽ കൂടെ ഇതേപോലെ ഇച്ചിരിച്ച് നമുക്ക് ആവശ്യമുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പം ഇതുപോലെ എല്ലാം പരത്തിയെടുത്തൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് നന്നായി പാത്രം ചൂടായി കഴിയുമ്പം ഇതൊന്നും നമുക്ക് വറുത്തെടുക്കാനുള്ള അത്രയും ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം.
നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ ബൺസ് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് 2 സൈഡും വറുത്തെടുക്കണം. ആദ്യം നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ തൊടുവൊന്നും വേണ്ട, തന്നെ അത് പൊങ്ങി വരും. നല്ല പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മളിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്താൽ മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മംഗളൂരു ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ മൈദാപ്പൊടി കൊണ്ടോ ഏത് പൊടി വേണേലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈവനിങ് സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പം എൻ്റെ ഈ 2 സ്നാക്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.